ബേപ്പൂരിൽ നിന്നും ഒരു കള്ളവോട്ട് ആരോപണം വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിന്റെ വിവരങ്ങളിലേക്ക് പോകാം. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദീപക്, ഈ മണിക്കൂറിൽ വോട്ടിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളത് അറിയണം. ഒപ്പം തന്നെ ബേപ്പൂരിൽ നിന്നും ഒരു കള്ളവോട്ട് ആരോപണം കൂടി ഉയരുന്നുണ്ടല്ലേ? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊയിലാണ്ടി മണ്ഡലത്തിലെ ഇരിങ്ങലിലാണ്. ഇരിങ്ങലിലെ 11ാം ബൂത്തിലാണ്. 11ാം ബൂത്തിൽ ഇപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും ഏതാണ്ട് പാതിയിലേറെ വോട്ട് പോൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞത്. ഇപ്പോഴും വലിയ തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സ്ത്രീകൾ അതുപോലെ തന്നെ യുവാക്കൾ എല്ലാം തന്നെ വോട്ട് ചെയ്യാൻ കൂട്ടമായി എത്തിയത് കാണാം. ഒരുപക്ഷെ നമ്മൾ കണ്ണൂരിൽ കണ്ട കാഴ്ചയുടെ സമാനമായ കാഴ്ചയാണ് ഇവിടെ ഈ കൊയിലാണ്ടി മണ്ഡലത്തിലും കാണുന്നത്. അവിടെ രാവിലെ ആയിരുന്നു വലിയ തിരക്ക്. രാവിലെ നമ്മൾ സ്ത്രീകളും വയോവൃദ്ധരും ഉൾപ്പെടെ ഈ പോളിംഗ് തുടങ്ങുന്നതിന് 7 മണിക്ക് മുൻപ് തന്നെ ക്യൂവിലെത്തി നിൽക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. അതിനിടയിലാണ് പല സ്ഥലത്തു നിന്നുള്ള ഈ കള്ളവോട്ട് ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കള്ളവോട്ട് ആരോപണം കുളത്തറയിലാണ്. കുളത്തറയിൽ വ്യാജ ID കാർഡുമായി ഒരു വോട്ട് ശ്രമം നടക്കുന്നു. അതവിടെ തടയാൻ 94ാം ക്രമനമ്പർ ബൂത്തിലാണ് ഈ വ്യാജ ID കാർഡ് ഉപയോഗിച്ച് കള്ളവോട്ട് ശ്രമം നടന്നത്. 283ാം നമ്പറുകാരൻ്റെ വോട്ടാണ്. ID കാർഡ് ഇല്ലാതെ വ്യാജ ID കാർഡ് നിർമ്മിച്ച് മറ്റൊരാൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. അതിൽ പരാതിയുമായി നടപടികളുമായി അവിടെ അതിൻ്റെ നടപടികൾ തുടരുകയാണ്. പൊറ്റേക്കാട് AUP സ്കൂളിലെ ബൂത്ത് നമ്പർ 153ലെ ക്രമനമ്പർ 453 ഈ വോട്ടിലാണ് കള്ളവോട്ട് നടന്നത് എന്നുള്ള പരാതിയുമായി വന്നിരിക്കുന്നു. അപ്പോൾ പൊതുവിൽ സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരത്തിൽ വ്യാജ ID കാർഡുമായുള്ള കള്ളവോട്ട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അതൊരു ഭാഗത്ത് നടക്കുന്നു. എന്നാൽ അതേ സമയത്ത് കനത്ത പോളിംഗ് സംസ്ഥാനത്തുടനീളം, പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ കനത്ത പോളിംഗ് രേഖപ്പെടുന്നു. സംസ്ഥാന ശരാശരിയേക്കാൾ മുകളിലാണ് വടക്കേ മലബാറിലെ പോളിംഗ് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കൊയിലാണ്ടി മണ്ഡലമാണ്. കൊയിലാണ്ടി മണ്ഡലം ഒരു ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ രാവിലെ മുതൽ തന്നെ പോളിംഗ് തിരക്കുണ്ട്. ഇപ്പോൾ ഉച്ചയാകുമ്പോൾ പോളിംഗ് നടത്താൻ വേണ്ടി, വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ക്യൂ നീണ്ട നിര എന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.